കഴിക്കും, നന്നായിട്ട് കഴിക്കും. വയറ് നിറച്ച് കഴിക്കണം കേട്ടോ. പക്ഷെ ഇങ്ങനെ കഴിച്ചോണ്ടിരുന്ന നീ വണ്ണം വെച്ച് പോകത്തേ ഉള്ളൂ. അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്യണം, എക്സസൈസ് ചെയ്യണം. നീ അത് വല്ലതും ചെയ്യുന്നുണ്ടോ? ഞാൻ ഹെൽത്തിയാണ്. ഓ കുന്തമാണ്. എന്റെ പൊന്നുചക്ക് ഇങ്ങനെ കഴിച്ചു എന്റെ മിലിറ്ററി സ്വപ്നൊക്കെ വെറുതെ പോകും കേട്ടോ. അങ്ങനെ എനിക്കൊരു കുഴപ്പമില്ല. പോച്ചാ ആണോ? നീ ഹെൽത്തി ആണോ? ആ ഹെൽത്തിയാണ്. എനിക്കൊന്ന് കാണണമല്ലോ. നീ ഹെൽത്തി ആണെങ്കിൽ 10 പുഷപ്പ് എടുത്ത് കാണിക്കണം. 10 പുഷപ്പ്. 10 എണ്ണം പറ്റുമോ നിന്നെ കൊണ്ട്? നിന്നെ കൊണ്ട് നടക്കാൻ പോണില്ല, ചുമ്മാ. என்னடா இது சாப்பிடும் போது எழுந்திருச்சு போகாத. അങ്ങനൊന്നും പറഞ്ഞ അവനെ പിന്തിരിപ്പിക്കാൻ നോക്കണ്ട, നടക്കൂല. അവൻ പറ്റെങ്കിൽ ചെയ്ത് കാണിക്കും. 10 പുഷപ്പല്ലേ? 10 പുഷപ്പ്. പിന്നെ എണ്ണിക്കോ? കേശു கொஞ்சம் நிறுத்து. ആന്റി ഒന്നുമില്ല, വെല്ലുവിളി നമ്മൾ ഏറ്റെടുക്കണം. அதெல்லாம் சரி, சாப்பிட்டு முடிச்ச உடனே புஷப் எல்லாம் எடுக்க கூடாது. സമയം കിടക്കല്ലേ? 1 2 3 4 5 6 7 8 ഇത്ര ചാടി കളിക്കുന്നവിടെ. 9 10 ഒരെണ്ണം കൂടെ 11 ഇനി പോടി 12 ഇത് എന്തോന്ന് കസർത്ത്? തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറിയോ? തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറൊന്നുമില്ല. ഒരു വാശി വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ തന്നെ ഡീൽ ചെയ്യണം, അല്ലെങ്കിൽ ശരിയാവൂല. ശ്വാസം വിട്ടിട്ട് കഴിക്കേ, അതൊക്കെ കഴിച്ചാ മതി. സംഗതി പുഷപ്പൊക്കെ കൊള്ളാം, നൈസായിട്ടുണ്ട്. പക്ഷെ പുഷപ്പ് കൊണ്ട് മാത്രം ആയില്ലല്ലോ. കേശു, നിനക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഫിസിക്കൽ ട്രെയിനിങ് വേണം. അതൊക്കെ അത്ര തന്നെ. ശിവ, നീ നോക്കിക്കോ, ഞാൻ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരു പട്ടാളക്കാരനാവും. അത് മാത്രമുള്ളൂ ഇനി മനസ്സിൽ. പട്ടാളക്കാരനാവണം, പട്ടാളക്കാരനാവണം, പട്ടാളക്കാരനാവണം. ആ മോനെ കേശു, ഒരു കാര്യം മാത്രം മനസ്സിൽ വിചാരിച്ച് പ്രയത്നിച്ചാലേ യൂണിവേഴ്സിറ്റി വരെ നമ്മുടെ കൂടെ. അതേത് യൂണിവേഴ്സിറ്റി അമ്മൂമ്മ? അല്ല, അങ്ങനല്ലേ പറയാറുള്ളത്. യൂണിവേഴ്സ് മൊത്തം നമ്മുടെ കൂടെ നിൽക്കും, പ്രപഞ്ചം. കാര്യം മനസ്സിലായല്ലോ. ഓ ഓ യേശുവേ, വെറുതെ മോട്ടിവേഷൻ ആയിട്ട് എനിക്ക് വരെ മിലിറ്ററി ചേരാൻ തോന്നുന്നു ഇപ്പൊ. നീ ചേരടി ചേട്ടാ. ഞാൻ വലുതാകുമ്പോഴേ എനിക്കും പട്ടാളത്തിൽ ചേർന്നു. മക്കള് ചേരടാ. ചേട്ടാ, ചേട്ടന്റെ ഫോണിലെ ഞാൻ ഒരു മേഡത്തിനെ കണ്ടായിരുന്നല്ലോ, തൊപ്പിയൊക്കെ വെച്ച്. ആരാടാ? സോഫിയ ഖുറേഷി. മക്കളെ, ആ മേഡത്തിന്റെ കൂടെ മക്കളെ വേറൊരു മേഡത്തിനെ കണ്ടില്ലായിരുന്നോ? ആ മേഡമാണ് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. ചേട്ടാ, അതുപോലെ എനിക്കൊരു പട്ടാളക്കാരിയാണ്. അവരൊക്കെ എന്താ അടിപൊളിയല്ലേ? സത്യം പറഞ്ഞാ ഇത്രയും ഉയർന്ന റാങ്കിലിരിക്കുന്ന ഫീമെയിൽ ഓഫീസേഴ്സ് നമുക്ക് ഉണ്ടെന്ന് തന്നെ സാധാരണക്കാരായിരുന്നു ഇപ്പോഴല്ലേ? അതെ ചേട്ടാ, ചേട്ടൻ എത്രയും പെട്ടെന്ന് പട്ടാളത്തിൽ ചേർന്നു. മക്കളെ, നീ ധൈര്യമായിട്ടില്ലടാ. അമ്മൂമ്മ പറഞ്ഞ പോലെ കഠിന പ്രയത്നം ചെയ്ത് ചേട്ടൻ ലക്ഷ്യത്തിൽ എത്തിയിരിക്കും. യൂണിവേഴ്സിറ്റി നമ്മളെ എത്തിച്ചിരിക്കും. എന്റെ അഭിപ്രായത്തിലുണ്ടല്ലോ, 40 വയസ്സാവുന്നതിന് മുന്നേ നമ്മുടെ രാജ്യത്തെ എല്ലാ ജനങ്ങളും മിനിമം 2 വർഷമെങ്കിലും മിലിറ്ററിയിൽ സേവനം അനുഷ്ഠിക്കണം. ചില രാജ്യങ്ങളിൽ അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ നമ്മുടെ രാജ്യത്ത് ഇപ്പൊ തന്നെ ലക്ഷക്കണക്കിന് യുവാക്കൾ മിലിറ്ററി ചേരാൻ വേണ്ടി മുന്നോട്ട് വരുന്നില്ലേ? ഈ പെൻഷൻ പറ്റി വീട്ടിൽ ഇരിക്കുന്ന ചില പട്ടാളക്കാരില്ലയോ, അവര് പറയാറുണ്ടല്ലോ, യുദ്ധം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇനിയും അങ്ങോട്ട് പോകാൻ തയ്യാറാണെന്നും. അതാണ് നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയുടെ ക്വാളിറ്റി. അമ്മൂമ്മ, ലോകത്തിലെ ഏറ്റവും മികച്ച മിലിറ്ററിയാണ് നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി.